ഹായ് ഫ്രണ്ട്സ്, ഹേമക്കിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ഹോണ്ട സിവിക്കിൽ കണ്ടുവരുന്ന ഒരു മെയിൻ പ്രശ്നമാണ് ഈ ഓയിൽ ലീക്ക്. ഈ വണ്ടിയുടെ അടിഭാഗം കണ്ട കംപ്ലീറ്റ് ഓയിൽ ലീക്കാണ്. അപ്പം സ്റ്റെയറിങ്ങിൻ്റെ ഓയിലാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. സ്റ്റെയറിങ്ങിൻ്റെ ഓയിലാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിനുള്ള വേറൊരു ഇഷ്യമാണ് നമ്മൾ ഈ VVT സെൻസർ വരുന്നുണ്ട് നമ്മൾ ഈ എഞ്ചിൻ്റെ ബാക്ക് സൈഡിലായിട്ട്. അപ്പം ഈ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതെന്ന് അറിയില്ല, ഇൻടേക്ക് മാനിഫോൾഡ് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാക്ക് സൈഡായിട്ടാണ് വരുന്നത്. അപ്പം ആ ഭാഗത്തായിട്ട്, അതുപോലെ തന്നെ നമ്മൾ ഈ എഞ്ചിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടുള്ള ഒരു ഓറിങ്. അപ്പം ആ ഓറിങ്ങിൻ്റെ അവിടെ നിന്നും കോമൺ ആയിട്ട് കാണപ്പെടുന്നതാണ് ലീക്ക്. അപ്പം ഈ സിവിക്കിനുള്ള ഒരു കോമൺ ആയിട്ടുള്ളൊരു ഇഷ്യൂ ഈ പവർ സ്റ്റിയറിങ്ങിൻ്റെ ലീക്കും ഈ VVTയുടെ ലീക്കും, അതുപോലെ തന്നെ എഞ്ചിൻ്റെ സൈഡിൽ വരുന്നൊരു ഓറിങ് വരുന്നൊരു ഡമ്മിയുണ്ട്, അതിൻ്റെ ഒരു ലീക്കും. അപ്പം കൂടുതലും കംപ്ലൈൻ്റ് ആയിട്ട് വരുന്നത് ഈ ഒരു ഇഷ്യൂ ആണ്. അപ്പം നമുക്കിതിന്ന് റിപ്പയർ ചെയ്തെടുക്കണം. അതുപോലെ തന്നെ ഇത് നല്ലപോലെ വാഷ് ചെയ്യണം. കംപ്ലീറ്റ് ഓയിലൊക്കെ പ്ലാറ്റ്ഫോമിലൊക്കെ അടിച്ച് വണ്ടിയുടെ ബാക്കിലോളം എത്തിനി. അപ്പം ഇതാണ് ഇതിൻ്റെ അവസ്ഥ. അപ്പം നമുക്ക് ഈ ഓസൊക്കെ മാറണം. ഈ ഓസിൻ്റെ ഒക്കെ അവസ്ഥ ഉണ്ടോ? ഇതൊക്കെ ഹാർഡായി ഈ ഓസിൻ്റെ അകത്തൊക്കെ ഓയിൽ ഓസിനകത്തൊക്കെ ലീക്കായിട്ട് വരുന്നുണ്ട് ഓയിൽ. അപ്പം നമുക്ക് ഓസ് മാറണം. പിന്നെ ഇതേപോലെ ഈ പമ്പിൻ്റെ ഇവിടെ ഓറിങ് വരാറുണ്ട്. അപ്പം ആ ഓറിങ് ഇതിന് കുഴപ്പമില്ല. പൊതുവേ പമ്പ് കംപ്ലൈൻ്റ് എടുത്ത് ഓറിങ് കംപ്ലൈൻ്റ് ആയിട്ടാണ് ലീക്ക് വരുന്നത്. പക്ഷേ ഇതിൻ്റെ ഇതിപ്പം നമുക്ക് ഈ ഹോസാണ്. അപ്പോൾ ഈ ഹോസ് മാറിക്കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ലീക്കിൻ്റെ ഒരു പ്രശ്നം സോൾവ് ആവും.